ജനലിന്റെ കട്ട മാറ്റി നോക്കുമ്പോ ഇതിനെടുത്ത് പോണ സീനാണ്ട്. അപ്പത്തേനും നായ അപ്പത്തേനും നായ കുറെ നിർത്തി കഴിച്ചിട്ട് പിടിച്ചു. രണ്ട് കരച്ചിലേ കരഞ്ഞുള്ളൂ. അപ്പത്തേനും കൊണ്ടുപോയി. സൗണ്ട് കേട്ടിട്ട് നോക്കുമ്പോ അവിടെ നിന്ന് നോക്കുമ്പോ ലൈറ്റ് അടിച്ച് നോക്കുമ്പോ കൂടി മറിഞ്ഞ് കിടക്കും. 3:30 മണി കൃത്യം 3:30 മണി ഞങ്ങൾ ഉണർന്ന് കിടക്കായിരുന്നു. ആ സമയത്താണ് സംഭവം. നേരിട്ട് കണ്ടല്ലേ? നേരിട്ട് കണ്ടു. കാൽപ്പാട്. പിന്നെ വേറൊരു പ്രശ്നമുള്ളത് ഇവിടുത്തെ ഈ ഏരിയ നമ്മുടെ നൂൽപ്പുഴ ഫോറസ്റ്റിന്റെ ഏരിയ ശരിക്കും വരണ്ടേ. ഈ ഏരിയ ശരിക്കും ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് മേപ്പാടി ഫോറസ്റ്റ്. ഇത്രയും കാലം ഇങ്ങനെ ഒരു വിഷയം ഇവിടെ ഇല്ല. രണ്ടെണ്ണത്തിനെ പിടിച്ചിട്ടും ശമനം ഇതിപ്പോ തുറന്നോണ്ടിരിക്കുക. ഇനിയിപ്പോ നായ പിടിച്ചു ഇനിയിപ്പോ ഇങ്ങനെ വരും. ഫോറസ്റ്റുകാർ വരും. അവരോട് പറയുമ്പോൾ അവർ പറഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യാനാണ്, ഞങ്ങളുടെ ആകെ വടിയും കുറച്ച് പടക്കവും തന്നു കിട്ടുന്നുള്ളൂ. കൂട് വെക്കാൻ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞാൽ കൂട് വെക്കാൻ ശ്രമിക്കാം, ക്യാമറ വെച്ചിട്ടാണ് പോയിരിക്കുന്നത്. ഇതൊക്കെ പുതിയതല്ലേ? ഇത് പുതിയതാ. പഴയ പാട് ഇതിലായിരുന്നു. ആണല്ലേ? ഇന്ന് രാത്രി ഇതിലേ വന്നിട്ടുണ്ടല്ലേ? വന്നിട്ട് ഇതാ ആ മരത്തിന്റെ അതിലും കൂടെ ഇറങ്ങിപ്പോയിട്ടുണ്ട്. ഇന്നലെ രാത്രി വലിയ ഒച്ചപ്പാടൊക്കെ കിട്ടും. രാത്രി ഇന്നലെ ഉറക്കിയിട്ടില്ല. നമസ്കാരം. ഞാനെന്നുള്ളത് വയനാട് ജില്ലയിലെ ചീരാൽ വെള്ളച്ചാൽ എന്ന് പറയുന്ന പ്രദേശത്താണ്. മഴയുണ്ട്, അതുകൊണ്ട് ശബ്ദത്തിനൊക്കെ ചെറിയ പ്രശ്നമുണ്ടാവും. നമ്മളിന്ന് കാണാൻ പോകുന്ന വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ചീരാലിലെ പ്രശ്നങ്ങൾ നമുക്കറിയാം. നിരവധി തവണ ഇവിടെ പുലിയുടെ പ്രശ്നമായിട്ട്, പുലി വിഷയമായിട്ട് നമ്മളിവിടെ ഈ പ്രദേശത്ത് വന്നിട്ടുണ്ട്. ഒരു മാസം മുന്നേ നമ്മൾ കണ്ടതാണ് പുലിയെ കൂട് വെച്ച് പിടികൂടുന്ന കാര്യങ്ങളൊക്കെ കണ്ടാണ്. ഇവിടെ അടുത്ത് തന്നെയുള്ള 2 പ്രദേശങ്ങളിൽ നിന്ന് 2 പുലികളെ അടുപ്പിച്ച് പിടികൂടുകയും ചെയ്തു. അത് തമിഴ്നാട് ബോർഡറുമായിട്ട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ തമിഴ്നാട്ടിലെ പുലികളും അതുപോലെ തന്നെ കേരളത്തിലെ പുലികളും ഉണ്ട്. അപ്പോൾ ഈ പ്രദേശത്ത് കുറേ നാളുകളായിട്ട് പുലിയുടെ ശല്യം അതിരൂക്ഷമാണ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അപ്പോൾ ഏതായാലും കഴിഞ്ഞ മാസം 2 പുലികളെ പിടിച്ചതിന് ശേഷം കുറച്ചൊരു ശമനം ഉണ്ടായിരുന്നു പുലിയുടെ പ്രശ്നത്തിന്. പിന്നെ കുറച്ച് നാളത്തേക്ക് വലിയ കുഴപ്പമില്ലായിരുന്നു. ഇപ്പോൾ വീണ്ടും പുലിയുടെ പ്രശ്നം തുടങ്ങിയിരിക്കുകയാണ്. പുലി കഴിഞ്ഞ ദിവസം ഈ പ്രദേശം, ഞാനിന്ന് നിൽക്കുന്ന ഒരു തിങ്കളാഴ്ചയാണ്, കഴിഞ്ഞ ദിവസം അതായത് ഞായറാഴ്ച ഈ ഒരു പ്രദേശത്തെ ഒരു വീട്ടിലെ കുറേ കോഴികളെ പുലി പിടിക്കുന്നൊരു സാഹചര്യം ഉണ്ടായി. അത് കഴിഞ്ഞ് ഇന്നിപ്പോൾ തിങ്കളാഴ്ച, ഇന്ന് വെളുപ്പിന് ഈ ഒരു പ്രദേശത്ത് തന്നെ ഒരു വീട്ടിലെ ഒരു വളർത്തുനായയെ പിടിക്കുന്നൊരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ അടുത്തടുത്തുള്ള പ്രദേശങ്ങളാണിതെല്ലാം. അപ്പോൾ എന്താണ് അവിടെ സംഭവിച്ചത് എന്നൊക്കെയുള്ളതാണ്. ആ 2 വിഷയങ്ങളാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ കാണാനായിട്ട് പോകുന്നത് കേട്ടോ. ഇതാണ് ഈ ഒരു പ്രദേശത്തിൻ്റെ രീതി എന്ന് പറയുന്നത്. ഇവിടെയൊക്കെ ഈ സമീപ പ്രദേശങ്ങളിലൊക്കെ വീടുകളും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ ഇവിടെ ഒരു വീട്ടിലാണ് ഈ ഒരു സംഭവം നടന്നിരിക്കുന്നത്. അപ്പോൾ അതിന് മുന്നേ, ആ ഒരു വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ, കഴിഞ്ഞ മാസം ഇവിടെ 2 പുലികളെ പിടിച്ചു എന്ന് പറയുന്നല്ലോ. നമ്മൾ ആ ഒരു എപ്പിസോഡിൽ നമ്മളതെല്ലാം കാണിച്ചതാണ്. എങ്കിലും കാണാത്തവർക്കായിട്ട് നമ്മൾ ആ ഒരു എന്താ പറയുക, ആ പുലിയെ പിടിച്ച രംഗങ്ങളും കൂട്ടിൽ കിടക്കുന്ന രംഗങ്ങളൊക്കെ ഒന്ന് ഞാനിപ്പോൾ ഇവിടെ കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ നിങ്ങൾ കണ്ടല്ലോ. അതിന് ശേഷം ഇവിടെ വലിയ കുഴപ്പവും കാര്യങ്ങളൊക്കെ ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ വീണ്ടും 2 ദിവസമായിട്ട് വീണ്ടും പ്രശ്നങ്ങൾ തുടങ്ങിയിരിക്കുകയാണ്. അടുപ്പിച്ച് 2 ദിവസം ഈ പ്രശ്നങ്ങൾ നടന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ 2ാമത്തെ ദിവസത്തെ സംഭവമാണ് ആദ്യം കാണാൻ പോകുന്നത്. അതിന് ശേഷം നമ്മൾ ആദ്യത്തെ ദിവസത്തെ സ്ഥലത്തിലേക്ക് പോവുകയാണ്. ഇവിടെയൊക്കെ വീടുകളുള്ള പ്രദേശമാണ്. നമ്മൾ രാവിലെ തന്നെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ ഇത് അന്വേഷിച്ച് ഇവിടെ വന്നിരിക്കുകയാണ്. ഈ ഒരു വീട്ടിലാണ് സംഭവം നടന്നിരിക്കുന്നത്. എന്താ സംഭവിച്ചത്, അല്ലെങ്കിൽ എന്താണ് ഇവിടെ സംഭവിച്ചതെന്നുള്ളത് നേരിട്ട് നമുക്ക് അവരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം കേട്ടോ. ചേട്ടൻ്റെ പേരെങ്ങനെയാണ്? എൻ്റെ അച്ഛൻ്റെ പേര് അരവിന്ദൻ, എൻ്റെ പേര് അനു. ഇന്നലെ രാത്രി എപ്പോഴാണ് സംഭവം? ഇന്ന് പുലർച്ചെ. ഇന്ന് പിന്നെ 3:30 ആണല്ലേ? എത്ര വലിപ്പമുള്ള വലിയ പട്ടിയാണോ? അല്ല, പട്ടി ചെറുതാ. ഇവിടത്തെ അല്ല, ഇവിടെ വളർത്തുന്നല്ല. ഈ 3-4 വീടുകളിൽ ഇരുന്ന് ഭക്ഷണം കഴിച്ച് ഇവിടെ തന്നെ ഉണ്ടാവുന്ന പട്ടിയാണ്. ഒരു 1-1.5 വയസ്സൊക്കെ ഉണ്ടാവുള്ളൂ പട്ടി. കൂട്ടിലിട്ട് വളർത്തുന്ന വളർത്തുന്നല്ല, ഇവിടത്തെ ഉള്ള തന്നെ. പക്ഷെ ഇവിടെ എല്ലാവരും നല്ല ഇണക്കുള്ള നായാണ്. നിങ്ങൾ ഇത് കണ്ടോ പുലിനെ? കണ്ടു. ഇത് ആ നായന്റെ കുര കേട്ടപ്പോ തന്നെ ലൈറ്റ് ഇട്ടപ്പോ തന്നെ നേരെ ജനലിന്റെ കട്ട മാറ്റി നോക്കുമ്പോ ഇതിനെടുത്ത് പോണ സീനാണ്ട്. അപ്പത്തേനും നായ അപ്പത്തേനും നായ കുറെ നിർത്തി കഴിച്ചിട്ട് പിടിച്ചു. 2 കരച്ചിലേ കരഞ്ഞുള്ളൂ. അപ്പത്തേനും കൊണ്ടുപോയി. ഇതിന് തൊട്ടടുത്തുള്ള സമാനമായിട്ട് തന്നെ അടുത്ത ദിവസം വേറെയും കോഴിനെ പിടിച്ചു. അതിന് വേറൊരു നായനെ പിടിച്ചിട്ടുണ്ടായിരുന്നു അവിടെ തന്നെ. പിന്നെ ഒരു 2-3 ആഴ്ച മുമ്പ് എന്റെ കൂട്ടുകാരന്റെ വൈഫ് ബസ് ഇറങ്ങി വിടുന്ന വൈകുന്നേരം 5:30 പോണ വഴിക്ക് ആ റോട്ടിൽ നിന്ന് കറക്റ്റ് ഇവിടെ മുമ്പ് കൂടെ ശരിക്കും കണ്ടാച്ചാ ക്രോസ് ചെയ്തു. അവളൊന്ന് പേടിച്ചു. അങ്ങനെയാണ് ഇപ്പൊ പ്രശ്നം. മറ്റേ 2 പുലിയെ പിടിച്ചിട്ട് 1 മാസം അത്രേ കഴിഞ്ഞിട്ടുള്ളൂ. ഇതിനെ എന്താ ചെയ്യണമെന്ന് അറിയാം. ഇവിടെ പിടിച്ചിട്ട് ഇവിടെ തന്നെ വിടുന്നത്, എവിടെ വിടുന്നൊന്നും അറിയാൻ കഴിയില്ല.
ഇതിപ്പം രാവിലെ ഇവിടെ ഇപ്പൊ അച്ഛനൊക്കെ 5:45 പാല് വാങ്ങാൻ പോണാ. അതേപോലെ ഇവിടെ എത്രയോ ആളുകൾ പാല് കറന്ന് പശു കൊണ്ടു കൊടുക്കാൻ വരുന്നുണ്ട്. ഈ ഒരു പ്രദേശം ക്ഷീരമേഖലയാണ്. അപ്പൊ ഈ 5:30-ക്കൊക്കെ പാല് വാങ്ങാൻ പോകുന്നവർക്കും ഇതൊക്കെ ഇപ്പം പിന്നെ വൈകുന്നേരം ഒന്ന് ഒരു ഇരുട്ടായി കഴിഞ്ഞാൽ വീട്ടിലേക്ക് കയറി വരണ്ടേ. ഇതൊക്കെ അവസ്ഥ ഭയങ്കര സീനാണ് ഇവിടെ. എന്തെങ്കിലും ചെയ്തിട്ടില്ലെങ്കിൽ ആകെ പ്രശ്നമാവും. ചെറിയ പിള്ളേര് ചെറിയ കുട്ടികളുണ്ട് ഇവിടെ സ്കൂളിൽ പോകുന്നവര്, വൈകുന്നേരം വരുന്നവര്, ട്യൂഷൻ കഴിഞ്ഞ് വരുമ്പോഴൊക്കെ 6 മണിയാണ്. മോളൊക്കെ ട്യൂഷൻ കഴിഞ്ഞ് വരുമ്പോൾ 6 മണി. തികഞ്ഞ ജനവാസ മേഖലയല്ലേ? ജനവാസ മേഖല തന്നെ. ഇവിടുന്ന് ആളുകൾ തിങ്ങി പറക്കണം. തമിഴ്നാട് ബോർഡറിലേക്ക് എത്ര ദൂരം ഉണ്ട്? ഇവിടുന്ന് ഒരു ബോർഡറിലേക്ക് 1 കിലോമീറ്ററിന്റെ അടുത്ത്. ചേട്ടൻ പേരെങ്ങനെയായിരുന്നു? അരവിന്ദ്. രാവിലെ വെളുപ്പിന് എത്ര മണിയായി പ്ലാൻ സംഭവം? 3:30 മണി, കൃത്യം 3:30 മണി. ഞങ്ങൾ ഉണർന്ന് കിടക്കായിരുന്നു. ആ സമയത്താണ് സംഭവം. നേരിട്ട് കണ്ടല്ലേ? നേരിട്ട് കണ്ടു. വലിയ പുലിയാ? അത് പറയാൻ പറ്റില്ല. ലൈറ്റ് ഇട്ട് അപ്പോഴത്തേക്ക് അത് പിടിച്ചോണ്ട് കഴിഞ്ഞു. എന്തെങ്കിലും കാൽപ്പാടോ അങ്ങനെ എന്തെങ്കിലും? കാൽപ്പാടുണ്ട്. ഉണ്ടല്ലേ? കാൽപ്പാടുണ്ട്, പട്ടി കാഷ്ടിച്ചിട്ടുണ്ട്, എല്ലാം ഉണ്ട്. അതൊന്ന് കാണിച്ചു തരാം. കാൽപ്പാട് കാണിച്ചു കാൽപ്പാടുണ്ടല്ലേ? അടുത്തന്നെ പട്ടി കാഷ്ടിച്ചിട്ടുണ്ട്, പിടിച്ചതിന്റെ ആ ഇത് കരഞ്ഞു കണ്ടിട്ടോ കാൽപ്പാട്. അത്യാവശ്യം വലുപ്പമുണ്ടല്ലേ? തീരെ ചെറുതല്ല. പട്ടി കാശിച്ചല്ലേ? അത് ഞാൻ കണ്ടില്ല. ഇവിടെ വെച്ച് ഇവിടെ കിടന്നല്ലേ പട്ടി കിടന്നല്ലേ? അവിടെ ഞങ്ങൾ പിന്നെ അവിടെ മൂത്രം ഒഴിച്ചിട്ട് പട്ടി മൂത്രം ഒഴിച്ച് പിന്നെ ഇവിടുന്ന് പിടിച്ചല്ലേ പട്ടി കാഷ്ടം ഇവിടെ ഉണ്ട്. അവിടെ പട്ടി പ്രാളത്തിൽ എല്ലായിടത്തും അല്ലേ കാശിച്ചിട്ടുണ്ട്. ഇവിടെ മൂത്രം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നേരെ എങ്ങോട്ടാ ഓടി? നേരെ അവിടുന്ന് അങ്ങോട്ട് അവിടുത്തെ അല്ല, ആ ജനലേ മാറ്റി കത്തൊന്ന് മാറ്റി നോക്കുമ്പോ ഞാൻ അകത്ത് താഴേക്ക് ഇറങ്ങി. ഈ വഴിക്ക് തന്നെയല്ലേ ഇറങ്ങി? ആണല്ലേ? അത് കണ്ടതാണ്. ഇത് ശരിക്കും പാടുണ്ടായിരുന്നു. മഴ പെയ്ത് പോയതല്ലേ? ആണല്ലേ? അത് നഗാ? അതെ അതെ, നഗത്തിന്റെ പാടാട്ടോ. അല്ല, അതിലേ വന്നേ. അതിലെ കേറിപ്പോയൊരു പാടുണ്ട്. പാടുണ്ട്. മിച്ചിയുടെ പേരെങ്ങനെയാ? നേരിട്ട് കണ്ടോ? നിങ്ങളൊക്കെ കണ്ടല്ലേ? ഞങ്ങള് നേരിട്ട് കണ്ടു. കുറച്ചൊക്കെ അങ്ങനെ കാണാൻ സാധിച്ചിട്ടുള്ളൂ അല്ലേ? എന്താ ഇങ്ങനെ വീണ്ടും മുറ്റത്തൊക്കെ വന്ന് ഇങ്ങനെ പിടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അതെ, ഞങ്ങള് 3:30 മണിയാകുമ്പോ എണീറ്റ് എല്ലാവർക്കും ഓരോ കാര്യത്തിന് പോകണ്ട, പുറത്ത് പോകേണ്ടതാ കാര്യങ്ങളാണ്. പശുവില്ല, ഇല്ല. പാല് പഠിക്കാൻ പോണം, നേരത്തെ പാല് പഠിക്കാൻ പോണം. പിന്നെ 3:30 മണിയാകുമ്പോ എണീറ്റ് നമുക്ക് പുറത്ത് തീ കത്തിക്കണം. 3:30 ആകുമ്പോ എന്നും എണീക്കുന്നു. ആ സമയത്ത് തന്നെ നടന്ന. പിന്നെ ഞങ്ങൾ എണീറ്റില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഉപകാരമായിരുന്നല്ലേ പട്ടി? പട്ടിയുടെ തന്നെയാണ് കിടക്കുക. 2-3 വീട്ടിലങ്ങനെ ഒരു സ്ഥിരമുള്ള പട്ടിയാണ്. പിന്നെ ഫോറസ്റ്റുകാരെയൊക്കെ അറിയിച്ചായിരുന്നോ? അറിയിച്ചേ? അവര് വന്നായിരുന്നോ? ആരും വന്നിട്ടില്ല. അവര് മേപ്പാടിന്ന് വരണമെന്നാ പറഞ്ഞു. മേപ്പാടിന്ന്. അപ്പോൾ മേപ്പാടിന്ന് വന്നിട്ട് അവര് അപ്പുറത്ത് എവിടെയോ ഒരു സ്ഥലത്ത് പോകാനുണ്ട്. അവിടെ പോയതിന് ശേഷം ഇങ്ങോട്ട് വരുള്ളൂന്ന് ഒരു രാജമാഷ് പറഞ്ഞു. ആണല്ലേ? പോലീസ് വന്നിട്ട് പോയി. പോലീസ് വന്നല്ലേ? പിന്നെ വേറൊരു പ്രശ്നമുള്ളത്, ഇവിടുത്തെ ഈ ഏരിയ നമ്മുടെ നൂൽപ്പുഴ ഫോറസ്റ്റിന്റെ ഏരിയ ശരിക്കും വരണ്ടേ. ഈ ഏരിയ ശരിക്കും ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് മേപ്പാടി ഫോറസ്റ്റ്. അവിടുന്ന് ആൾക്കാർ പറഞ്ഞു ഇതൊക്കെ ഭയങ്കര തെണ്ടിത്തരല്ലേ ചെയ്യുന്നത്. കാരണം ഇത്ര അടുത്ത് ഫോറസ്റ്റ് കാര്യങ്ങളുണ്ട്. ഈ ഏരിയയിൽ ഉൾപ്പെടുത്തേണ്ട സംഭവം മേപ്പാടി കൊണ്ടിട്ട് എന്താ കാര്യം? അതാണ് അവസ്ഥ. കഷ്ടപ്പാട് എങ്ങനെയെങ്കിലും എന്ത് രക്ഷ. നിങ്ങളൊരു പരാതിയൊക്കെ കൊടുക്കണമെങ്കിൽ മേപ്പാടി വരെ പോകണം. മേപ്പാടി വരെ പോകണല്ലേ? മേപ്പാടി ഇവര് എന്തെങ്കിലും പറയുമ്പോൾ പറയാൻ വെച്ചാൽ ഞങ്ങളെ ഏരിയ അല്ല, മേപ്പാടി ഫോറസ്റ്റ് ഏരിയ എന്നൊക്കെയാണ്. തൊട്ടടുത്ത് തന്നെ ഫോറസ്റ്റ് സ്റ്റേഷൻ ഉണ്ടായിട്ടല്ലേ ഇത്രയും ദൂരെ കൊണ്ടുപോയിട്ടേക്കുന്നത്? ഈ ഏരിയ മൊത്തം മേപ്പാടിന്റെ ഏരിയയിൽ പരിചരിച്ചിരിക്കുക. 3:30 മണി എന്നൊക്കെ പറഞ്ഞ നേരം വെളുപ്പ് ഒരു സമയമല്ലേ? എന്തായാലും എല്ലാവരും എണീക്കും, ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യണ്ടേ. നമുക്ക് ഇങ്ങനെ പുറത്തിറങ്ങാൻ പറ്റില്ല. പിന്നെ തോട്ടാമൂല ഈ ഏരിയ പെടുത്തേണ്ട സ്ഥലം. അതൊക്കെ മേപ്പാടിക്ക് പിടിച്ചിട്ട് എന്താ ചെയ്യുക? അവർക്കൂടെ വരണമെങ്കിലും നോക്കണമെങ്കിലും അവരെ പറഞ്ഞിട്ടും കാര്യമില്ല. പ്രത്യേകിച്ച് ഇപ്പൊ ഈ അടുത്ത കാലത്ത് സമീപ കാലങ്ങളിലൊക്കെ ഇത്രയും പ്രശ്നങ്ങളുള്ള സ്ഥിതിക്കും അല്ലേ? ഈ അടുത്തുള്ള ഒരു ഇത്രയും നാളും ഇങ്ങനെ ഒരു വിഷയം ഇവിടെ ഇല്ല. 2 പിടിച്ചിട്ടും ശമനമൊന്നും ഇതിപ്പോ തുറന്നോണ്ടിരിക്കുക. ഇനിയിപ്പോ നായ പിടിച്ചു, ഇനിയിപ്പോ ഇങ്ങനെ വരും. ഇനിയിപ്പോ അടുത്ത അന്ന് രാത്രി എവിടെയാണെന്നുള്ള അറിയാം. ഇതിന് മുന്നേ പിടിച്ചതിന് എവിടെയാ തുറന്നു വിട്ടേന്നൊക്കെ നിങ്ങൾ? പിന്നെ തമിഴ്നാട് ഭാഗത്തുനിന്ന് പറഞ്ഞു. തമിഴ്നാടിൽ നിന്ന് പറഞ്ഞു പിടിച്ചത്. കഴിഞ്ഞ ആഴ്ച ചെറുമാട് ഭാഗത്ത് ഉണ്ടായിരുന്നല്ലോ, അവിടെയും പിടിച്ചായിരുന്നു.
ചെറുമാട് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ നോക്കുവാണെങ്കിൽ അധികം ദൂരം ഇങ്ങോട്ടല്ലേ? ആ റോഡ് മാർഗം അല്ലാണ്ട് നേരെ ഒരു വര വരച്ചാത്ത ദൂരം അല്ലേ? അല്ലല്ലേ? നമ്മളിപ്പോൾ അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടു. ഇതാണ് കേട്ടോ ഇവിടുത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. വീട്ടിൽ ആളുകൾ വലിയ പരിഭ്രാന്തിയിൽ തന്നെയാണ്. വീടിൻ്റെ മുൻവശത്ത് കിടന്ന ഒരു വളർത്തുനായാണ് കൊണ്ടുപോയത്. പേടിപ്പെടുത്തുന്ന ഒരു സംഭവം തന്നെയാണ് ഇത്. കുട്ടികൾ കളിക്കുന്ന വഴി ഇവിടെ അങ്ങനെ കയറി അടയാളൊന്നും ഇല്ല, വഴിയെ കൂടെ തന്നെ ആയിരിക്കും അല്ലേ? മഴ പെയ്യുന്നുണ്ട് അല്ലേ? അറിയില്ല. ആ കോഴിക്കോട് അപ്പുറത്തല്ലേ? കോഴിക്കോടിന്റെ ഇത് അപ്പുറത്തെ അപ്പുറത്തെ കൂടെ അവിടുന്ന് ആ വഴിക്കായിരിക്കും വന്നിട്ട് അവിടുന്ന് ഒരു ഇന്നലെ രാത്രി അവിടെ വന്നിട്ടുണ്ട് ആണല്ലേ? അവിടെ വന്നിട്ട് ആ വഴിക്ക് കോഴി പിടിച്ച സ്ഥലത്ത് തന്നെ ഇന്നലെ ഒരു 3 സാധനം കണ്ടെന്ന് പറഞ്ഞത്. ചേട്ടനൊക്കെ ഈ നാട്ടുകാരനാ? അതല്ലേ? വലിയ അടുത്താണ് ഇപ്പൊ 2 ദിവസം മുന്നേ ഒരു പട്ടീനെ പിടിച്ചത്. അത് കഴിഞ്ഞിട്ട് ആ കോഴീനെ പിടിച്ചതും വീടിന്റെ അടുത്താണ്. എല്ലാം ഇവിടെ തന്നെ അല്ലേ? ഫോറസ്റ്റുകാർ വരും, അവരോട് പറയുമ്പോൾ അവർ പറഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യാനാണ്, ഞങ്ങളുടെ അടുത്ത് ആകെ വടിയും കുറച്ച് പടക്കവും തന്നു കിട്ടുന്നുള്ളൂ. കൂട് വെക്കാൻ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞാൽ കൂട് വെക്കാൻ ശ്രമിക്കാം, ക്യാമറ വെച്ചിട്ടാണ് പോയിരിക്കുന്നത്. ഇവിടെ അപ്പുറത്ത് ക്യാമറ വെച്ചിട്ടുണ്ട്. ആശ്രമത്തിന്റെ അവിടെ നിന്നാണ് 2 കഴിഞ്ഞ പ്രാവശ്യം പിടിച്ചത്. പിടിച്ചിട്ട് ഒരു മാസത്തോളം ആയുള്ളൂ. പക്ഷെ പിടിച്ചു കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു ആശ്വാസം ആയതായിരുന്നു. ഇനി ഉണ്ടാവില്ല നോക്കുമ്പോ വീണ്ടും വരാം. അപ്പൊ എനിക്ക് തോന്നുന്നത് ഇവരത് പിടിച്ചുകൊണ്ടിട്ട് വീണ്ടും തുറന്നു വിടുകയായിരിക്കും. അത് പിന്നെ ഇങ്ങോട്ട് പോരുന്നുണ്ടോ? അത് ഇങ്ങോട്ട് പോരായിരിക്കും. എന്തായാലും ഇപ്പൊ ചെറിയ പിള്ളേരൊക്കെ സ്കൂളിൽ പോകണം, അംഗൻവാടി പോകണ പിള്ളേരൊക്കെ ഉള്ളത് കാരണം അത് ഭയങ്കര പേടിയാണ്. പിള്ളേരൊക്കെ നടന്നു പോകുന്നതായിരിക്കും വഴി. നടന്നു പോകണാണ്. ബസ് അവിടം വരെ വരുമല്ലോ. വീട്ടിൽ നിന്ന് തന്നെ ചെറിയ പിള്ളേര്. ചേട്ടന്റെ പേരെങ്ങനെയായിരുന്നു? പുരുഷോത്തമൻ. ഒരു പ്രശ്നമില്ലായിരുന്നു, നാടായിരുന്നു അല്ലേ? നാടായിരുന്നു. ഈ തരത്തിലായില്ലേ? ഇപ്പൊ ഈ തരത്തിലായി. ഇനിയിപ്പോ ആനയും കൂടെ വരാനുള്ളൂ. അതെ, ബാക്കിയല്ലായി. അവർ പറയുന്നത് കേട്ടല്ലോ, ഇത് തന്നെയാണ്. ഒരു പ്രദേശമില്ലാതെ നമ്മൾ നൂൽപ്പുഴ പഞ്ചായത്തിലെ ഈ ഒരു ചീരാല പ്രദേശം എന്ന് പറയുന്നത് വളരെ സമാധാനപരമായിട്ട് ജീവിച്ചുകൊണ്ടിരുന്ന ഒരു പ്രദേശമാണ്. ഒരു കുഴപ്പമില്ലായിരുന്നൊരു പ്രദേശമാണ്. ഇഷ്ടംപോലെ വീടുകൾ കേട്ടോ. ഇപ്പോൾ ഇതൊരു വീടാണ്, ഈ കാണുന്നൊരു വീടാണ്. എല്ലാം ഈ വഴികളൊക്കെ വീടുകളാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ ഇങ്ങോട്ട് വന്നപ്പോഴൊക്കെ അപ്പുറം ഇപ്പുറം ഒക്കെ വീടുകളും എല്ലാം ഉള്ള ഒരു അങ്ങനത്തെ ഒരു കാട് പോലത്തെ ഒരു പ്രദേശമേ ഇല്ലാത്ത കൃഷി മേഖലയും ക്ഷീരമേഖലയായിട്ട് ഉള്ള ഒരു പ്രദേശമാണ്. അവിടെയാണ് ഇത്തരത്തിലൊരു സംഭവം നടന്നത്. അപ്പോൾ എല്ലാവരും വലിയ ആശങ്കയിൽ തന്നെയാണ്. കാരണം അവരുടെ സ്വൈര്യജീവിതം ഇപ്പോൾ നഷ്ടപ്പെട്ട ഒരു സാഹചര്യമാണുള്ളത്. വന്യമൃഗങ്ങൾ ഇതുപോലെ പുലിയാണ് പ്രത്യേകിച്ച്. അതുപോലെ തന്നെ ചീരാലിൻ്റെ തൊട്ടപ്പുറത്ത് നമ്മൾ മണിക്കരുവടി എന്ന് പറഞ്ഞ പ്രദേശത്ത് നമ്മൾ ഒരു 2 ആഴ്ച മുന്നേ നമ്മൾ കടുവ ഇറങ്ങിയ ഒരു വിഷയം നമ്മൾ കണ്ടിരുന്നത്. അപ്പോൾ ഇത്തരത്തിൽ വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് ഈ പ്രദേശത്തുള്ള ആളുകൾ നേരിടുന്നത് കേട്ടോ. നമ്മളേതായാലും കോഴിയെ പുലി പിടിച്ച ആ ഒരു പ്രദേശം കൂടെ നമുക്കൊന്ന് കാണാനായിട്ട് പോകാം കേട്ടോ. അതുപോലെ നമ്മൾ ഇപ്പം കണ്ട ആ ഒരു പ്രദേശത്ത് നിന്ന് ഒരു 1/2 കിലോമീറ്റർ മാറിയിട്ട് അതാണ് മെയിൻ റോഡിൽ നിന്ന് നമ്മുടെ ഉള്ളിലോട്ട് കയറി നമ്മൾ വന്നിട്ടുള്ളൊരു പ്രദേശമാണ്. ഇവിടെ കഴിഞ്ഞ ദിവസം ഞാൻ ആദ്യം പറഞ്ഞ പോലെ കോഴികളെ പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അത് ഞായറാഴ്ചയാണ് സംഭവം ഉണ്ടായത്. ഇന്നിപ്പോൾ തിങ്കളാഴ്ചയാണ്. ആ സ്ഥലം കൂടെ നമ്മളൊന്ന് കാണാൻ പോകാം കേട്ടോ. വീടിൻ്റെ പുറവശത്ത് അടിയിലായിട്ടാണ് ഈ ഒരു കൂടും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഇവിടെ നിന്നാണ് സംഭവം നടന്നത് കേട്ടോ. അവിടെ ഇറങ്ങിയ പാടുന്നു. 11 മണിക്ക് കോഴി ഭയങ്കര പാടും, മേലാത്ത പച്ചക്കുളവും. പിന്നെ അത് കഴിഞ്ഞിട്ട് 3 മണിയായപ്പോൾ 3 മണിക്ക് താഴോട്ട് ഇറങ്ങിപ്പോയ പാടുണ്ട്. അത് നേരെ അങ്ങോട്ട് കയറി അനുവിലേക്ക്. ചേട്ടൻ്റെ പേരെങ്ങനെയാ? പേര് വിജയകുമാർ. ഇന്നലെ എത്ര മണിയായപ്പോഴാണ് ചേട്ടാ ഈ സംഭവം ഉണ്ടായത്? ഇന്നലെ രാത്രിയാ? ഇന്നലെ രാത്രിയല്ല, ആദ്യം കോഴിയെ പിടിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ആ കല്ലിൻ്റെ മുകളിലായിരുന്നു കൂട് വെച്ചിരുന്നത്. അപ്പോൾ കൂടെ ഒരു പ്രാവശ്യം മറിഞ്ഞു വീണ് താഴേക്ക് വീണു. ആയിക്കോട്. രാത്രി ഒരു 8-9 മണിൻ്റെ ഉള്ളിൽ ഞങ്ങൾ ഭക്ഷണം കഴിക്കാതിരിക്കുക. അതായത് ശനിയാഴ്ച രാത്രി. അപ്പോൾ ഒരു സൗണ്ട് കേട്ടിട്ട് നോക്കുമ്പോൾ അവിടുന്ന് നോക്കുമ്പോൾ ലൈറ്റ് അടിച്ച് നോക്കുമ്പോൾ കൂടി മറിഞ്ഞ് കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ചു കല്ലിൻ്റെ മുകളിൽ മഴയൊക്കെ അല്ലേ, അങ്ങനെ മറിഞ്ഞു വീണാന്ന്. അത് കഴിഞ്ഞിട്ട് വന്നിട്ട് ഞാൻ പൊക്കി കല്ലിൻ്റെ മുകളിൽ വെച്ച് പോയി ഭക്ഷണം കഴിച്ച് പോയി കിടന്ന് ഒരു 10 മണിയാകുമ്പോൾ പിന്നെയും ഒന്ന് മറിഞ്ഞു. രണ്ടാമത്തെ പ്രാവശ്യം മറിഞ്ഞപ്പോൾ ഞാൻ എന്താക്കി അറിയോ,
ഇനിയിപ്പോൾ അതിൻ്റെ മുകളിൽ വയ്ക്കണ്ട എന്ന് പറഞ്ഞിട്ട് താഴെ ഇറക്കി വെച്ച് കൂട് താഴേക്ക് ഇറക്കി വെച്ച് ഞങ്ങളൊക്കെ പോയി കടന്ന് പിന്നെ ഒരു പിന്നെ നേരം പൊൾക്കാൻ നേരത്ത് വന്ന് നോക്കി പശുവിനൊക്കെ പുല്ലിട്ട് ഒരു 5 മണിക്ക് ഞാൻ എണീച്ച് വന്ന് പശുവിനൊക്കെ ലേശം പുല്ലിട്ട് പശു ഉണ്ടല്ലോ അല്ലേ? ആ പിന്നെ അത് കഴിഞ്ഞിട്ട് താഴെ പിന്നെ വീടിൻ്റെ താഴെ തറവാടിൻ്റെ അവിടെ പോത്തുണ്ട്. പോത്തിന് പുല്ലരിയാൻ പോയി 6:30 പുല്ലേരിയാൻ പോയപ്പോൾ ഒരു സൗണ്ട് കേട്ട്, ഭയങ്കര ഒരു സൗണ്ട്. അതായത് നേരം വെളുത്തതിന് ശേഷം നേരം 6:30 ഞായറാഴ്ച വെളുപ്പിന് ഇന്നലെ 6:30. അപ്പോൾ അവിടെ പറമ്പ് പുലി എത്തിക്കൊണ്ടിപ്പോൾ ഞാൻ വന്ന് നോക്കി, അവിടെ ഒരു ഞെട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ചീമക്കൊന്ന ഈ ഞെറ്റിൽ കമ്പി ഉണ്ടല്ലോ, കമ്പിയിട്ട് ചീമക്കൊന്ന ഒന്നായിട്ട് അനങ്ങുന്നുണ്ട്, ഒരു കാർച്ചയും. അങ്ങനെ വന്ന് നോക്കിയപ്പോൾ പിന്നെ ഒന്നും കണ്ടില്ല കേട്ടോ. അങ്ങനെ നേരെ പോത്തിന് പുല്ലിട്ട് കൊടുത്തിട്ട് നേരെ തിരിച്ചിങ്ങോട്ട് പോന്ന്. പിന്നെ കൂടിൻ്റെ അടിയിൽ നോക്കുമ്പോൾ ചോര കാണുന്നത്. ചോര കാണും. പിന്നെ നോക്കുമ്പോൾ 5 എണ്ണം. അതായത് ആ 6:30 ശരിക്കും ഇവിടെ വന്ന് പിടിച്ചേ? അല്ല, രാത്രി പിടിച്ചിട്ടുണ്ട്. പക്ഷെ ചേട്ടൻ ചീമക്കൊന്നയുടെ മുകളിൽ നിന്നൊക്കെ ഒച്ചപ്പാട് കേട്ട്. അപ്പൊ നമ്മളിത് കൂട് ശ്രദ്ധിക്കുന്നില്ല. ദൂർത്തി വെച്ച കൂട് അങ്ങനെ തന്നെ ഉണ്ട്. അതിന് ഒരു കമ്പ് അടിച്ചു വെച്ചു, അത് മറിഞ്ഞു വീഴാണ്ടിരിക്കാൻ വേണ്ടിട്ട്. ഇനിയിപ്പോ മഴ ഒന്നും ശ്രദ്ധിച്ചില്ല. അപ്പൊ ഒന്നും ശ്രദ്ധിച്ചില്ല. അപ്പൊ പിന്നെ രാത്രി ഞാൻ നോക്കുമ്പോ ഉണ്ട് 9 കോഴിയുണ്ട്. പിന്നെ നോക്കുമ്പോ 5 എണ്ണം കാണാനില്ല നേരം വെളുത്തപ്പോ. പിന്നെ ഒന്നിന്റെ കാലിന് ലേശം പരിക്കുണ്ട്, എല്ലാം ഉണ്ട്. പിന്നെ അങ്ങനെ ഫോറസ്റ്റിൽ വിവരം അറിയിച്ച് ഫോറസ്റ്റുകാർ വന്ന് അവിടെയൊക്കെ പോയി നോക്കിയപ്പോൾ അവിടെ ഒന്നും കാണാനില്ല. ഇതിലിങ്ങനെ കാൽപ്പാട് കണ്ടു, ഇങ്ങനെ അതാ കാൽപ്പാട്, ചോര കാണുന്നുണ്ട്. ഇതിലെ കാൽപ്പാടുണ്ടല്ലോ. കാൽപ്പാട് ചേട്ടന് ഇങ്ങനെ പശുവിനൊക്കെ ആയിട്ട് തന്നെ ജീവിക്കുന്ന ആളാണ്? പശു, പോത്ത്, എന്താ കാൽപ്പാട്, ചോര ഉണ്ടല്ലേ. കോഴിയെ പിടിച്ചല്ലേ? കോഴിയെ പിടിച്ചിട്ട് നേരെ ഇതിലേ പോയാ, ഇതിലെങ്ങനെ പോയി ഈ വഴിക്ക്. ഇതിലൊക്കെ കാൽപ്പാടുണ്ടായിരുന്നു? ഇതിലെ ഫുള്ള് കാൽപ്പാടുണ്ടായിരുന്നു. ഇപ്പൊ ഈ മഴ പെയ്തിട്ട് പിന്നെ പോയതാ. കാൽപ്പാട് മൂടി വെച്ചിട്ടുണ്ടാ? ഇല്ല, അത് തന്നെ ഉള്ളൂ. അവിടെ ഒരു കാൽപ്പാട്, അവിടെ കറക്റ്റ് കാൽപ്പാടുണ്ട്. വലിയ കാൽപ്പാടാണല്ലോ. പിന്നെ ഇന്നലെ വലിയ ഓർമ്മ കേട്ടോ. പിന്നെ പോയത് അതിലാണ്. പക്ഷെ ഇന്നലെ രാത്രി ഇതിലാണ് വന്നത്. പക്ഷെ അവരെ ക്യാമറയിൽ പതിച്ചിട്ടില്ല എന്ന് പറയുന്നു കേട്ടോ. പുലിയുടെ കാൽപ്പാടാണ് ഇത്. പുലിയാന്ന് സ്ഥിരീകരിച്ചാ? കുറച്ചുകാർ വന്നിട്ട് പുലിയാന്ന് സ്ഥിരീകരിച്ചു. പുലിയാന്ന് തന്നെ പറഞ്ഞേ. പിന്നെ ഇന്നലെ രാത്രി ഇതിലാണ് വന്നത്. ഈ വഴിക്ക് ഇങ്ങനെ ഇവിടെ കാൽപ്പാടുണ്ട്. ഇങ്ങനെ വന്നിട്ട് ഇന്നലെ രാത്രി പിന്നെ വന്നിട്ടുണ്ട്. രാത്രി വന്നിട്ടുണ്ട്. അതായത് ഇന്ന് വെളുപ്പിന് ഒരു 11 മണിക്ക് ഒരു ശബ്ദം കേട്ട് തുടങ്ങിയപ്പോൾ കുഴപ്പമൊന്നും കണ്ടില്ല. ഇത് മഴത്തൊക്കെ മാഞ്ഞു പോയി. എന്താ ഇത് ഇന്നലെ രാത്രി വന്നതാ. ഇത് ഇന്നലത്തെ കാൽപ്പാടാണ്. ഇത് ഇന്നലത്തെ? അപ്പോഴേ ഇവർ ക്യാമറയിൽ പതിഞ്ഞില്ല എന്ന് പറയുന്നു. ക്യാമറയിലേക്ക് ഇങ്ങോട്ട് ഈ സൈഡിലേക്ക് വന്നാലേ അടിക്കുള്ളായിരിക്കും. ക്യാമറ എവിടെ കേട്ടോ വെച്ചിരിക്കുന്നത്? അവരോട് കാണിച്ചു കൊടുത്തില്ല. ഇത് ഇന്നലെ വന്നതാണ് രാത്രി. ഇതൊക്കെ പുതിയതാ അല്ലേ? ഇത് പുതിയതാ. പഴയ പാട് ഇതിലായിരുന്നു. ആണല്ലേ? ഇന്നലെ രാത്രി ഇതിലേ വന്നിട്ട് ഇതാ ആ മരത്തിൻ്റെ അതിലും കൂടെ ഇറങ്ങിപ്പോയിട്ടുണ്ട്. ഇന്നലെ രാത്രി വലിയ ഒച്ചപ്പാടൊക്കെ കിട്ടോ? രാത്രി 11. ഇന്നലെ ഉറക്കിയിട്ടില്ല. രാത്രി 11 മണിക്ക് ഭയങ്കര ഒച്ചപ്പാടും ബഹളമൊക്കെ ആയിട്ട് രാത്രി പിന്നെ ഉറക്കിയിട്ടില്ല. പിന്നെ ടോർച്ച് അടിച്ച് നോക്കിയിട്ടൊന്നും കണ്ടില്ല. പിന്നെ മേലെ വീട്ടിലെ പശുക്കള് വലിയ വളമായിരുന്നു. വലിയ വളമായിരുന്നു. പിന്നെ ഒരു 3 മണിയായപ്പോൾ നമ്മൾ ഭയങ്കര പശുക്കളും ഇതും ഭയങ്കര ബഹളം. അപ്പോൾ അപ്പുറത്തെ വീട്ടിലെ താത്ത വിളിച്ചിട്ട് ചോദിച്ചു, ഭയങ്കര ഒച്ചപ്പാട് കേൾക്കണ്ടല്ലോ കോഴിൻ്റെ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങൾ ഇറങ്ങി നോക്കി ഒന്നും കണ്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ രാവിലെ ഞാൻ നോക്കുമ്പോഴാണ് ഇതിലെങ്ങനെ ഇറങ്ങിപ്പോയ പറമ്പിൽ കൂടെ ഉണ്ട്. പിന്നെ ഒരു 3 മണിക്കാണ് രാവിലെ നടന്നു പോയ പാടുകളുണ്ടെന്ന് പറഞ്ഞു. ഇത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുണ്ട്. പുറത്തിറങ്ങാനും പുല്ല് വെട്ടാനും പറ്റാത്തൊരവസ്ഥ. ഇന്നലെ അവർ വന്നിട്ട് കൂട് വെക്കാന്നൊക്കെ പറഞ്ഞിട്ട് പോയിട്ട് ഇതുവരെ നോക്കിയിട്ടില്ല. അതിനുള്ള സംവിധാനം കൂട് വെക്കാൻ പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞ് ഇന്ന് നോക്കിയിട്ട് വെക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ഒരു 2 മാസം, ഒരു 1.5 മാസമല്ലേ ആയുള്ളൂ ഒരു 2 പുലികളെ പിടിച്ചിട്ട്? അല്ല, ഇതിൽ പിന്നെ 2 മാസം പിന്നെ നമ്മളെ ഒരു വളർത്തുപട്ടീനെ പിടിച്ച് പോയിരുന്നു. അപ്പോൾ നമ്മളത്ര ഗവനിച്ചില്ല. ഇവിടെ തന്നെ പിടിച്ചു. അതെ, 2 മാസമായില്ലേ? 2 മാസമായി. ഇത് മുന്നേ ഈ പ്രദേശത്ത് വന്നിട്ടുണ്ടല്ലേ? ഇതിന് മുന്നേ വന്നിട്ടുണ്ട്. പിന്നെ അപ്പുറത്തൊരു പശുവിനെ പിടിച്ചിരുന്നു. അതായത് ഒരു 2-3 മാസമായിട്ട് ഈ പ്രദേശം മൊത്തം 2-3 മാസമായിട്ട് ഇവിടെ തന്നെ ഉണ്ട്. എന്നിട്ട് ആ 2 പുലികളെ പിടിച്ചതിന് ശേഷം കുറച്ച് കുറവുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ തുടങ്ങിയപ്പോൾ ഒരാഴ്ച. പിന്നെ 2-3-4 ദിവസം മുന്നേ അപ്പുറത്തൊരു പട്ടി ഉണ്ട്, അതിനെ പിടിച്ചിട്ട് പോയി. ആണല്ലേ? അടുത്തടുത്ത് തന്നെ ഒക്കെ ഒരാഴ്ചക്ക് ഒരു ഗ്യാപ്പ്, 4 ദിവസത്തിന് ഗ്യാപ്പാ. ഇതിനാട്ടോ
ഇതിലൂടെ കാൽപ്പാടുകളൊക്കെ വളരെ കൃത്യമായിട്ട് തന്നെ കാണാം. എന്താ ഇതിപ്പോൾ പിന്നെ മെഞ്ഞാത്തതൊക്കെ മൊത്തം അവിടെ പോയി, ഇതങ്ങനെ പോകില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഈ ഒരു വീതി ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ഈ കൂടിൻ്റെ അടിയിലുള്ള കാൽപ്പാടാണേലും ഇത് അത്യാവശ്യം വണ്ണമുണ്ടല്ലേ? വണ്ണമുണ്ട്, പുലി തന്നെയാന്ന് പറഞ്ഞു. ആണല്ലേ? കാണുന്നു കേട്ടോ. ഇതിൻ്റെ അടിയിൽ ചോരയും അതിൽ കോഴിയുടെ പപ്പും പൂളയൊക്കെ കിടപ്പുണ്ട് കേട്ടോ. ഇതിൻ്റെ അത് വലിയ രീതിയിലുള്ള അറ്റാക്ക് തന്നെ നടന്നത്. അപ്പോൾ കോഴികളെയൊക്കെ പിടിച്ചതാ. ഈ കൂടൊക്കെ വളച്ച് കളഞ്ഞായിരിക്കും അല്ലേ? ഈ കൂടൊക്കെ ഇങ്ങനെ വളച്ചളഞ്ഞല്ലേ? ഈ പുതിയ പപ്പില്ലേ, അത് ഇന്നലെ ഇല്ലായിരുന്നു. ഈ പുതിയ പപ്പ അപ്പൊ ഇന്നലെ രാത്രി പിടിക്കാൻ നോക്കിയിട്ടുണ്ട്. രാത്രി പിടിക്കാൻ ഇതിന്റെ കാലയിലുള്ള ചോരയോ? അത് ഒരെണ്ണത്തിന് ഉണ്ടായിരുന്നുള്ളൂ. ഇതിന്റെ കാലിലില്ലായിരുന്നു. ഇന്നലെ രാത്രി പിടിക്കാൻ പിടിക്കാവുന്ന ഇത് ഉണ്ടോ? ഇത് ഇന്നലെ രാത്രി മറ്റതിന്റെ ആദ്യം ഉണ്ടായിരുന്ന മെഞ്ഞാന്നുണ്ടായിരുന്ന. ക്യാമറ വെച്ചിട്ട് എന്താ സംഭവം എന്നറിയില്ല. ക്യാമറ പതിഞ്ഞൊന്നുമില്ല. ഇവിടെ ക്യാമറയൊക്കെ ഉണ്ട് കേട്ടോ. പുറത്തിറങ്ങിയിട്ടേ ഏത് സമയത്ത് പോയിട്ട് പുല്ല് വെട്ടാനും ഒന്നിനും പറ്റാത്തൊരവസ്ഥയാണ്. നിങ്ങളൊക്കെ ക്ഷീരമേഖലയിലുള്ള ആൾക്കാരായതുകൊണ്ടല്ലേ? അതാണ് പ്രശ്നം. ക്യാമറ നോക്കിയിട്ടൊന്നും കിട്ടിയില്ലെന്നല്ലേ പറഞ്ഞേ? ക്യാമറ നോക്കിയിട്ടൊന്നും കിട്ടിയില്ല എന്നു. അപ്പോൾ ഏതായാലും നമ്മൾ ചീരാൽ വെള്ളച്ചാൽ എന്ന് പറഞ്ഞ പ്രദേശത്താണുള്ളത്. ഈ ഒരു പ്രദേശത്ത് നമ്മൾ ആദ്യം കണ്ടത് ഒരു വളർത്തുനായെ പിടിച്ച ഒരു വിഷയമാണ്. ഇപ്പോൾ കണ്ടത്, രണ്ടാമത് കണ്ടത് അതിന് തൊട്ട് മുന്നത്തെ ദിവസം, അതായത് ഞായറാഴ്ച പിടിച്ച കോഴികളുടെ ആ ഒരു വീട്ടിലാണ് നമ്മൾ വന്നത്. കോഴികളെ 5 എണ്ണത്തിനെ മിസ്സായിട്ടുണ്ടായിരുന്നു. ഇന്നലെ രാത്രിയും, അതായത് ഞായറാഴ്ച രാത്രി, ഇന്ന് തിങ്കളാഴ്ച വെളുപ്പിനൊക്കെ ഈ പ്രദേശത്ത് പുലി വന്നിട്ടുണ്ട്. അതിൻ്റെ കാൽപ്പാടും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടെന്ന് ആണ് ഈ ചേട്ടൻ നമ്മളോട് സംസാരിച്ചത്. ഏതായാലും ഈ പ്രദേശത്ത് തന്നെ പുലിയുണ്ട്. പുലി ഇപ്പോൾ പല വീടുകളിൽ നിന്നും പല വളർത്തുമൃഗങ്ങളെയും പിടിക്കുന്നുണ്ട് കേട്ടോ. കൃത്യം 1 മാസം മുന്നേ നമുക്കറിയാം ചീരാല പ്രദേശത്തു നിന്നും ഒരു പുലിയെയും, അതുപോലെ തന്നെ ഇതിനോട് തൊട്ട് ചേർന്ന് കിടക്കുന്ന തമിഴ്നാട്ടിൽ നിന്ന് ഒരു പുലിയെയും, അങ്ങനെ 2 പുലികളെ അടുപ്പിച്ച് 1-2 ദിവസത്തിനുള്ളിൽ പിടിക്കുന്നൊരു സാഹചര്യം ഉണ്ടായി. അതിനുശേഷം കുറച്ച് സമാധാനം ഈ പ്രദേശം ഉണ്ടായിരുന്നു. അതിന് മുന്നേ ഒരു 2-3 മാസം ഈ പ്രദേശത്ത് നിരന്തരമായിട്ട് വളർത്തുമൃഗങ്ങളെ പിടിക്കുന്ന സാഹചര്യമായിരുന്നു. അതിൽ നിന്നൊക്കെ ഒരു വ്യത്യാസം വന്നിരുന്നു. പക്ഷേ ഇപ്പോൾ വീണ്ടും പുലിയുടെ പ്രശ്നം തുടങ്ങിയിരിക്കുകയാണ്. ഈ പ്രദേശത്ത് ക്ഷീരമേഖലയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആളുകളായതുകൊണ്ടും, അതുപോലെ തന്നെ കുട്ടികളൊക്കെ രാവിലെ സ്കൂളിലേക്ക് പോകുന്ന ഒരു പ്രദേശമായതുകൊണ്ടും വലിയ പേടിയിൽ തന്നെയാണ് ഈ പ്രദേശത്തുള്ള ആളുകളുള്ളത്. കാരണം പുലിയുടെ ശല്യം ഒഴിവായി എന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് വീണ്ടും ഇപ്പോൾ ഈ തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഏതായാലും ഇത്രയൊക്കെയാണ് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത്. അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു.